പിണറായി കരച്ചിലോട് കരച്ചിലാണ്. രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞതാണ് പിണറായിക്ക് വിഷമമായത്. ഇത് പിണറായി മാത്രമല്ല, പിണറായിയുടെ കൂടെയുള്ള സഖാക്കളും ഇത് പറഞ്ഞാണ് കരയുന്നത്. സർ, ശരിക്കും രാഹുൽ ഗാന്ധിക്ക് പിണറായിയോട് വെറുപ്പാണ്. ഇവിടെ വന്നും വരാതെയും ഒക്കെ തന്നെ കുറ്റം പറച്ചിലാണ്. പിണറായിക്കാണെങ്കിൽ അങ്ങോട്ടൊന്നും പറയാനും കഴിയുന്നില്ല, ബോസാണല്ലോ. ഈ യു പി എ ഭരണകാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ബി ടീം എന്നുള്ള നിലക്കാണ് ഇടതുപക്ഷ അത് ഏറ്റവും ആദ്യം അങ്ങനെ തന്നെയാണ് ഒരു നിലപാടുമായി പോയിക്കൊണ്ടിരുന്നത്. ശ്രീമതി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് നേരത്തെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ തീരുമാനങ്ങൾ പ്രധാനമായും എടുക്കുന്നത് ഞങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്നുള്ളതായിരുന്നു എൽ ഡി എഫിൻ്റെ ഒരു വലിയ അഹങ്കാരവും തീരുമാനവും ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങളാണ് പോളിസി എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിനുശേഷം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ വലിയ ശക്തരാണ് എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷം കേരളത്തിലെ ഭരണത്തിൻ്റെയും ഒക്കെ സാഹചര്യത്തിൽ നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഭരണം കൂടി പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ബാധ്യതയായി മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഭരണമുണ്ടായിരുന്ന ഒരു ഘട്ടം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തെ തങ്ങളോടൊപ്പം നിർത്തണം എന്നുള്ള ഒരു ധാരണ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇടതുപക്ഷം അനിവാര്യമായ ഘടകം എന്നുള്ള നിലക്കല്ല, കേരളത്തിലെ ഭരണമുണ്ട്, അതുകൊണ്ട് അവർ ഞങ്ങളുടെ ഭാഗമായി നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടതുപക്ഷം ഇല്ലാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല, ഇടതുപക്ഷത്തിനും കഴിയുന്നില്ല. അത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലാ തീരുമാനങ്ങളുടെ പിന്നിലും ഇടതുപക്ഷത്തിൻ്റെ കൈയുണ്ട്. അത് സീതാറാം യെച്ചൂരി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണെങ്കിലും, അതിനിടയിൽ ശ്രീ പ്രകാശ് കാരാട്ടുള്ള സമയത്താണെങ്കിലും, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശ്രീ എം എ ബേബി ഉള്ളപ്പോഴാണെങ്കിലും ഒക്കെ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തോട് വിധേയപ്പെട്ട് നിൽക്കുന്ന നേതൃത്വമാണ് എൽ ഡി എഫിനുള്ളത്, ദേശീയ തലത്തിൽ സി പി എമ്മിനുള്ളത്. അവർ എപ്പോഴും കോൺഗ്രസിൻ്റെ അടുത്ത് പോയി അഭിപ്രായം ചോദിക്കുകയും പറയുകയും തീരുമാനിക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് കോൺഗ്രസ് പോവുക, കോൺഗ്രസിൻ്റെ നടപടികൾക്കനുസരിച്ച് എൽ ഡി എഫ് അണിനിരക്കുക എന്നുള്ള. ഇത് കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായ എൽ ഡി എഫും യു ഡി എഫും നിലനിന്നിട്ടുള്ളത്. രണ്ട് ഗവൺമെൻറ്റുകളും മാറി മാറി വരുന്ന സമയത്ത് പരസ്പരം ഉണ്ടാകുന്ന അഴിമതികൾ, പരസ്പരമുള്ള കേസുകൾ, ഇതെല്ലാം അട്ടിമറിക്കുകയും ഇതെല്ലാം വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ്, ആ തരത്തിലുള്ള ഒരു യോജിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. നിരന്തരമായ ആരോപണം എന്താ ഉന്നയിക്കുന്നത്? എൽ ഡി എഫ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ബന്ധമാണ് എന്ന് ആരോപിക്കുന്നു. കോൺഗ്രസ് പറയുന്നു എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ബന്ധം എന്ന് ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ പരസ്പരം നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ കൂട്ടുകൂടി ദേശീയ തലത്തിൽ നിലനിൽക്കുന്നതും സംസ്ഥാനത്ത് അതിൻ്റെ രണ്ട് വിഭാഗങ്ങളായി നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു വ്യത്യാസവുമില്ലാത്ത നേതൃത്വം, ഒരുമിച്ച് നിൽക്കുന്ന നേതൃത്വമാണ് ഈ രണ്ട് വിഭാഗത്തിനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ ഇടതുപക്ഷത്തിനോടൊപ്പം യോജിച്ചു പോകാൻ കഴിയാത്തതിൻ്റെ ഒരു വലിയ വിമുഖതയാണ് രാഹുൽ ഗാന്ധി കാണിച്ചതായിട്ട് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു പ്രചരണത്തിന് വേണ്ടി മാത്രമേ അതിനെ കാണാൻ വേണ്ടി കഴിയൂ ഒരർത്ഥത്തിൽ. പക്ഷെ അതേസമയം തന്നെ എൽ ഡി എഫിൻ്റെ ആവശ്യം ഇന്നിനിപ്പോൾ കോൺഗ്രസിനുണ്ടോ എന്നുള്ളത് ഭരണമില്ലാത്തത് കൊണ്ടും കേരളത്തിൽ യു ഡി എഫ് ഭരണത്തിൽ വന്നിട്ടുള്ളത് കൊണ്ടും അവരെ സംബന്ധിച്ച് ഒരു അനിവാര്യമായിട്ടുള്ള ഘടകകക്ഷിയായി സി പി എമ്മിനെ ഇനി കാണേണ്ടതില്ല എന്നൊരു പക്ഷെ തോന്നിയിട്ടുണ്ടാകാം. സി പി എമ്മിനെ സംബന്ധിച്ച് അവരെന്തിനാണ് വേവലാതിപ്പെടുന്നത്? കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ് സി പി എമ്മിൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി പറയുന്നത്. ഇത്രയും ബാലിശമായി, ഇത്രയും നിരുത്തരവാദപരമായി സി പി എമ്മിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി പ്രസ്താവന ഇറക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അത്ഭുതകരമായിട്ടേ കാണാൻ വേണ്ടി കഴിയും. സാർ, ഇത് പറയുന്ന ആൾ അതിലപ്പുറം നാണക്കേടാണ്. പറയുന്നതിനേക്കാൾ വലുതാണ് ഇത് കേൾക്കുന്നവരും അതിനെ പ്രതികരിക്കാൻ നിൽക്കുന്നവരും. ശ്രീ പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ് അവരതിന് പരാതിയായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ ആശ്ലേഷിക്കുന്നില്ല എന്നൊരാൾ ചോദിക്കുകയാണ്. ഇതൊരു അങ്കണവാടി നിലവാരത്തിൽ പോവുകയാണല്ലോ, അതിലും താഴെയാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് ആ രാഷ്ട്രീയം പോകുന്നത്. യഥാർത്ഥത്തിൽ എന്തെങ്കിലും നിലപാടിൻ്റെ പേരിലാണോ? ഒരു നിലപാടിൻ്റെയും പേരിലല്ല. ഒരു നിലപാടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം മാറ്റാനോ തിരുക്കാനോ മാറ്റിമറിക്കാനോ ഒന്നും പോകുന്നില്ല. ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം
CPM അധികാരത്തിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെതിരെ അഴിമതിയുടെ കാര്യത്തിലോ മറ്റേതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിലോ ജയിലിലടക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പം കേരളത്തിൽ BJP നേതാക്കന്മാർക്കെതിരെ 2 മുന്നണികൾ അധികാരത്തിൽ വരുമ്പോഴും നിരന്തരമായി കേസുകൾ എടുക്കാറുണ്ട്. എത്രയോ ആളുകൾക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ശബരിമല പ്രക്ഷോഭം ഉണ്ടായപ്പോൾ 3000-ലധികം കേസുകളാണ് എടുത്ത് BJP നേതാക്കന്മാർക്കും അതെ. സംഘപരിവാർ നേതാക്കന്മാർക്കും ഒക്കെ എതിരെ. ഇത് ഒരു കേസില്ല എന്ന് മാത്രമല്ല പരസ്പരം സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ, ഇപ്പം ശബരിമല കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്ന തരത്തിലേക്കാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കേസുകളും ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലിരുന്ന് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായിരുന്ന CPMൻ്റെ നേതൃത്വം ഇന്ന് പുറത്തു വന്നിട്ട് പറയുന്നത് ഞങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ആശ്ലേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത്രയും ചെറുതായൊരു ചിന്താഗതി നമുക്ക് കാണാൻ കഴിയും. ഇത് പറഞ്ഞവരെ സംബന്ധിച്ചോ, ഒരു ഘടകകക്ഷിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൂടെ നിൽക്കുന്ന കക്ഷിയെ സംബന്ധിച്ച്, മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷെ ഒരു രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്ന ഒരു നിലവാരമില്ലേ? അപ്പോൾ അതുപോലും കാണിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ മാറുന്നു. CPM ഏറ്റവും തകർന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് കാണിക്കുന്നത്. അവരുടെ നിലപാടുകൾ, നയം, ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം പോലും. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറയുന്നു എനിക്ക് അവരെ ആശ്ലേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരികയല്ലേ ചെയ്യേണ്ടത്? തൻ്റെ ഇടമുള്ള ആണത്വമുള്ള പാർട്ടി എന്താ ചെയ്യുന്നത്? ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരും, ആ മുന്നണിക്കെതിരെ പറയും. അപ്പോഴും രാഹുൽ ഗാന്ധിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളെ ആശ്ലേഷിക്കാൻ വേണ്ടി അങ്ങ് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോൺഗ്രസിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഇടതുപക്ഷമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ദേശീയ നേതൃത്വമാണ് LDFനുള്ളത് എന്നുള്ളതാണ്. ആ ദേശീയ നേതൃത്വത്തിൽ നിന്ന് നമ്മൾക്ക് ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചുകൂടാ. അതായത് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളോ ഒന്നുമല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നുണ്ട്. അത് മാത്രവുമല്ല, CPMനും കോൺഗ്രസിനും ഇടയിലുള്ള വൈരം അത് മറന്നേക്ക് പുറത്തു വരുന്നുണ്ട്. സർ, ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഡൽഹിയിൽ കുറേ ഫ്ലക്സുകൾ നിരന്നു. ആ ഫ്ലക്സ് ബോർഡുകളിലെല്ലാം ഉണ്ടായിരുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ, അതായത് ഈ ഇന്ത്യ അലയൻസിലുള്ള ബാക്കിയുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒഴിവുള്ളവരുടെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു അവിടെ ബോർഡ് അടിച്ചു വെച്ചത് എന്നുള്ളതാണ്. അതായത് ഇവരൊരു ഐക്യ കൂട്ടായ്മ നടത്തുന്നതിന് മുൻപ് പോലും തമ്മിലടിക്കുന്നതാണ് കാണുന്നത്. സമ്മർദ്ദതന്ത്രങ്ങൾ അതിനകത്ത് ആര് നേതാവെന്ന് പറഞ്ഞാണ് ഉപയോഗിക്കുന്നത്. അവിടേക്കാണ് മമതാ ബാനർജി വരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന ഇന്ത്യ അലയൻസ് നിൽക്കുന്നത്. ഇത് നാനാർത്ഥ പ്രാന്തനിൽ മസൂദ് നേരെ എഴുതിയിട്ടുണ്ട്, തങ്ങളിൽ മുഖത്ത് തുപ്പും നമ്മൾ ഒന്നൊന്ന് ചൊല്ലും ചിരിക്കും. ഇതല്ലേ ഇവന്മാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ DMK ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ഇനി അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ആണെങ്കിലും മായാവതിയുടെ പാർട്ടി ആണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട പാർട്ടികൾ അവരെല്ലാവരും തന്നെ ഏതാണ്ട് ആ മുന്നണിയോട് വിരോധമോ ആ മുന്നണിയിൽ അതൃപ്തിയോ രേഖപ്പെടുത്തി പുറത്തു നിൽക്കുന്ന, അതായത് അതിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ശരത് പവാർ അടക്കമുള്ള ആളുകൾ ആ തരത്തിലൊരു അഭിപ്രായം രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരാണല്ലോ ഏറ്റവും, ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇടതുമുന്നണിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി. കോളേജ് രാഷ്ട്രീയത്തിലെ മീറ്റിങ്ങുകളിൽ നടക്കുന്ന തീരുമാനങ്ങൾ പുറത്തു വരുന്നത് പോലെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നടക്കുന്ന തീരുമാനങ്ങൾ പുറത്തു വരുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ പറയുന്ന കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ പറയുന്ന വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, അവിടെ പറയുന്ന മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ അതെല്ലാം പുറത്തു വരികയാണ്. അത് പുറത്തു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയോട് വിധേയത്വമില്ല എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് CPMനെ തള്ളിക്കളയല്ലേ? CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്തെ ഞാൻ ആശ്ലേഷിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട അന്തസത്ത എന്താണ്? ഞങ്ങൾക്ക് ആ പാർട്ടിയെ ഇനി വേണ്ട എന്ന് പറയലാണ്. അത് അംഗീകരിച്ചുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല CPMൻ്റെ അഖിലേന്ത്യാ നേതൃത്വം. ഉദാഹരണത്തിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇതിനെ തുടർന്ന് പറഞ്ഞ പ്രസ്താവനയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആശ്ലേഷിക്കാത്തതൊരു പ്രശ്നമാണോ? ആശ്ലേഷിക്കാതിരിക്കാം, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളും നിലപാടുകളുമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ പരിതപിക്കാമോ? അപ്പോൾ അതിൻ്റെ പേരിൽ പരിതപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കോളേജ് രാഷ്ട്രീയത്തെക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.